ഹായ് ഹലോ, ഇന്നത്തെ നമ്മുടെ റെസിപ്പി ചിക്കൻ ടിക്ക ബണ്ണാണ് കേട്ടോ. അപ്പോൾ അതെങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. അതിനായിട്ട് ഒരു ബൗളിലോട്ട് 2.5 കപ്പ് മൈദ ചേർത്ത് കൊടുക്കുക. അതിനുശേഷം 1.5 ടീസ്പൂണ് ഈസ്റ്റ് ചേർത്ത് കൊടുക്കുക കേട്ടോ. പിന്നീട് ഒരു നുള്ള് ഉപ്പ് ചേർത്ത് കൊടുക്കുക. അതിനുശേഷം 2 ടീസ്പൂണ് സൺഫ്ലവർ ഓയിൽ ചേർത്ത് കൊടുത്തിട്ട് എല്ലാം പാടെ ഒന്ന് യോജിപ്പിച്ചെടുക്കുക. കൈ വെച്ചിട്ട് തന്നെ ചെയ്യാം. അതിനുശേഷം ചെറു ചൂട് പാല് ഒരു 3/4 കപ്പോളം ചേർത്ത് കൊടുക്കുക. കുറേശ്ശെ ആയിട്ട് വേണം കേട്ടോ ചേർത്ത് കൊടുക്കാനായിട്ട്. പാലിന് നല്ല ചൂട് പാടില്ല കേട്ടോ, അപ്പോൾ ഈസ്റ്റ് ആക്റ്റീവായി കിട്ടില്ല. അതുകൊണ്ട് ഒരു മീഡിയം ചൂടിലായിരിക്കണം കേട്ടോ പാല് ചേർത്ത് കൊടുക്കേണ്ടത്. പിന്നെ ഇതിലോട്ട് ഒരു ടീസ്പൂണ് പഞ്ചസാര വേണം കേട്ടോ. അത് നമുക്ക് ആദ്യം തന്നെ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഞാനത് മറന്നു പോയതാണ് കേട്ടോ. അങ്ങനെ പാലൊക്കെ ചേർത്ത് കൊടുത്തിട്ട് നന്നായി കുഴച്ചെടുക്കുക. ഒറ്റയടിക്ക് പാല് ചേർത്ത് കൊടുക്കാതെ കുറേശ്ശെ ആയിട്ട് ചേർത്ത് കൊടുക്കുക കേട്ടോ. ഒരു 10-15 മിനിറ്റ് നല്ലപോലെ കുഴച്ചെടുക്കണം കേട്ടോ. അങ്ങനെ നമ്മൾ കൗണ്ടർ ടോപ്പിൽ ഇട്ടിട്ട് നല്ലപോലെ കുഴച്ചെടുക്കുന്നുണ്ട്. നല്ല സോഫ്റ്റ് ബണ്ണ് കിട്ടണമെങ്കിൽ നന്നായി കുഴച്ചെടുക്കണം. ഞാനിപ്പോൾ ഇവിടെ കൗണ്ടർ ടോപ്പിൽ തന്നെ ഇട്ടിട്ട് കുഴച്ചെടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. ഇനി കുഴക്കണ മെഷീൻ ഉണ്ടെങ്കിൽ അതിലിട്ട് കൊടുത്താലും മതി കേട്ടോ. അങ്ങനെ കണ്ടില്ല, നമ്മൾ പ്രസ് ചെയ്യുമ്പോൾ താഴ്ന്നു പോണ രീതിക്കാവണം കേട്ടോ. അത്രയും കുഴച്ചെടുക്കണം നമ്മൾ. ഇനി നമുക്ക് ഈ മാവ് പൊന്തി വരാൻ വേണ്ടിയിട്ട് ഒരു 3 മണിക്കൂറോളം റെസ്റ്റ് ചെയ്ത് വെക്കുക. മേൽഭാഗത്ത് നമുക്ക് എണ്ണ തടവി കൊടുക്കാം കേട്ടോ, അപ്പോൾ ഡ്രൈ ആവാണ്ടിരിക്കും. ഇനി നമുക്കിത് മൂടി വെച്ചിട്ട് ഒരു 3 മണിക്കൂർ 2-3 മണിക്കൂർ വെച്ചാൽ മതി. തണവുള്ള സ്ഥലമാണെങ്കിൽ കുറച്ച് സമയം എടുക്കും കേട്ടോ. ഇനി നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ വെക്കണ ഫില്ലിങ് എങ്ങനെ റെഡിയാക്കാമെന്ന് നോക്കാം. അതിനായിട്ട് ചിക്കൻ്റെ 2 ബ്രസ്റ്റ് നമ്മൾ ചെറുതായി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അതിലോട്ട് സവാളയും വെളുത്തുള്ളിയും ചതച്ചത് ചേർത്ത് കൊടുക്കുക. ഒരു ചെറിയ സവാളയും പിന്നെ 5-6 അല്ലി വെളുത്തുള്ളിയാണ് കേട്ടോ ചതച്ചെടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് ഇതിൻ്റെ ഓണിയൻ പൗഡർ അല്ലെങ്കിൽ ഗാർലിക് പൗഡറൊക്കെ ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുത്താലും മതി. ഇനി ഇതിലോട്ട് 1 ടീസ്പൂണ് കാശ്മീരി ചില്ലി പൗഡർ ചേർത്ത് കൊടുക്കുക. 1 ടീസ്പൂൺ തന്നെ ചിക്കൻ മസാലയുടെ പൗഡർ ചേർത്ത് കൊടുക്കുക. പിന്നെ 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂണ് മല്ലിപ്പൊടി, പിന്നെ 1/4 കപ്പ് തൈരും ചേർത്ത് കൊടുക്കുക കേട്ടോ. പിന്നെ ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. പിന്നെ ഒരു 1/2 ടീസ്പൂണ് ചില്ലി ഫ്ലേക്സ് ചേർത്ത് കൊടുക്കുക. പിന്നെ 1 ടീസ്പൂണ് വിനാഗിരി ചേർത്ത് കൊടുക്കുക. 2 ടീസ്പൂണ് ഓയിലും ചേർത്ത് കൊടുക്കുക കേട്ടോ. ഒറിഗാനോ ഉണ്ടെങ്കിൽ അതും ചേർത്ത് കൊടുക്കുക കേട്ടോ. എന്നിട്ട് നന്നായി മിക്സ് ചെയ്തിട്ട് ഒരു 2-3 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കുക. സമയമില്ലാന്നുണ്ടെങ്കിൽ ഒരു 1/2 മണിക്കൂർ വെച്ചാലും മതി കേട്ടോ. അങ്ങനെ 1/2 മണിക്കൂറിന് ശേഷം നമുക്കിത് റെഡിയാക്കി എടുക്കാം. അതിനായിട്ടൊരു പാൻ അടുപ്പത്ത് വെച്ച് 2-3 ടേബിൾ സ്പൂണ് സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുക്കുക. അതിനുശേഷം നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ച ചിക്കൻ ഇതിലോട്ട് ഇട്ട് കൊടുക്കുക കേട്ടോ. എന്നിട്ട് നന്നായി ഇളക്കി കൊടുക്കുക. അതിനുശേഷം ഒന്ന് മൂടി വെച്ചിട്ട് വേവിക്കാം കേട്ടോ. ചിക്കൻ ഒന്ന് വേവിച്ചെടുക്കാം. അങ്ങനെ ചിക്കനിൽ നിന്നൊക്കെ വെള്ളം നന്നായി ഊർന്ന് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതിലോട്ട് ഒരു ചെറിയ സവാള കട്ട് ചെയ്തതും അതുപോലെ തന്നെ ചെറിയ പീസ് ക്യാപ്സിക്കം കട്ട് ചെയ്തതും ചേർത്ത് കൊടുക്കാം കേട്ടോ. ക്യാപ്സിക്കത്തിൻ്റെ അളവ് കുറച്ചും കൂടി കൂടുതൽ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ. എൻ്റെ കയ്യിൽ ചെറിയ പീസ് ഉണ്ടായിരുന്നുള്ളൂ, അപ്പോൾ ഉള്ളത് ഞാൻ ചേർത്ത് കൊടുത്തിട്ട് നന്നായി ഇളക്കി കൊടുക്കുകയാണ്. ഇനി നമുക്ക് ഇതിലോട്ട് ഒരു 2-3 ടേബിൾ സ്പൂണ് ഫ്രഷ് ക്രീം ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി നമുക്ക് ഈ സമയം തന്നെ മൊസറല്ല ചീസ് ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കാം കേട്ടോ. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക.
ലാസ്റ്റായിട്ട് കുറച്ച് മല്ലിയിലയും ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇതാ നമ്മുടെ ഫില്ലിങ് ഇവിടെ റെഡിയായി. അപ്പോഴേക്കും നമ്മുടെ മാവ് ഇതാ നല്ലപോലെ പൊന്തി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ഒന്നും കൂടി ഒന്ന് കുഴച്ചെടുത്തിട്ട് ബോൾസുകളാക്കി മാറ്റിയെടുക്കാം കേട്ടോ. എനിക്കിപ്പോൾ ഇവിടെ ഒരു 7 ബോൾസ് വരെ കിട്ടിയിട്ടുണ്ട്. അങ്ങനെ ഓരോ ബോൾസും ഇതാ ഈ കാണുന്ന രീതിയിൽ പരത്തിയെടുത്തിട്ട് നമ്മൾ നേരത്തെ മാറ്റി വെച്ച ഫില്ലിങ് ഇതിലോട്ട് ചേർത്ത് കൊടുത്തിട്ട് ഒരു ബണ്ണിൻ്റെ ഷേപ്പിലോട്ട് മാറ്റിയെടുക്കാം കേട്ടോ. ഇനി നമുക്കിത് ബേക്കിംഗ് ട്രേയിലോട്ട് മാറ്റി വയ്ക്കാം. എന്നിട്ട് എഗ് വാഷ് ചെയ്തെടുക്കണം. ഇനി നമുക്ക് എല്ലാ ബണ്ണിലും ഇതുപോലെ എഗ് വാഷ് ചെയ്തെടുക്കാം കേട്ടോ. അതിനുശേഷം മേലെ കുറച്ച് എള്ളും ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് അപ്പോഴേക്കും ഓവൺ പ്രീഹീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ 150 ഡിഗ്രിയിൽ ഒരു 10 മിനിറ്റ്. അതിനുശേഷം നമ്മളിത് ഓവനിലേക്ക് വെച്ച് കൊടുക്കുക. അപ്പോൾ അതാ നമ്മുടെ ബണ്ണൊക്കെ ഇവിടെ റെഡിയാക്കി ഇട്ടിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ബണ്ണായിരുന്നു കേട്ടോ. അതിൻ്റെ ഉള്ളിലത്തെ ഫില്ലിങ്ങും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. കാണുമ്പോൾ തന്നെ മനസ്സിലാവുമല്ലോ നല്ല പെർഫെക്റ്റ് ആയിട്ട് നമുക്കിത് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്ര ഉള്ളൂ. നാളെ മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നുണ്ട്. എല്ലാവരും ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും സബ്ബൊക്കെ ചെയ്യുക. ഓക്കെ, ബൈ.